സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഒരു കണക്കായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം പ്ലാൻ ആക്കാനോ കോർഡിനേറ്റ് ചെയ്യാനോ ഒന്നും അധികം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഔട്ട്ഫിറ്റ് മാത്രമാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ബർത്ത്ഡേയുടെ കാര്യങ്ങളെല്ലാം പ്ലാൻ ആക്കിയപ്പോൾ പിന്നെ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്തത് നമ്മളെ കേക്കിന്റെ ടീമിനായിരുന്നു, അതായത് ന്യൂറീസ് കേക്ക്. ആൾക്ക് ഞാൻ എന്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്തപ്പോൾ ആളുടെ ഒരു ഐഡിയ ആയിരുന്നു ഈ ഒരു തീമിൽ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വണ്ടറടിച്ചു. കാരണം ആൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. എന്റെ ഡ്രസ്സിന്റെ അതേ തീമിൽ തന്നെ നല്ല സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട്. വാൻചോ കേക്ക് ആൻഡ് ബ്ലൂബെറി കപ്പ് കേക്ക്സ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവന്റ് ചെയ്തത് ഗസ്ലിംഗ് ഇവന്റ്സ് ആണ്. നമ്മൾ ഔട്ട്ഫിറ്റിലുള്ള എല്ലാ ഷെയ്ഡ്സും, മാക്സിമം ഉള്ള എല്ലാ ഷെയ്ഡ്സും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഷെരീഫ്ക്ക് മെൽബർ എന്തായാലും പ്ലെയിൻ വൈറ്റ് ആണല്ലോ, അപ്പൊ എന്റെ ഔട്ട്ഫിറ്റിലുള്ള കളേഴ്സ് ആണ് മൊത്തത്തിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായേ. പിന്നെ ഇവൻ തുടക്കത്തിൽ അതിനെ കരഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയോ. ഞങ്ങൾ കേക്ക് മുറിക്കുന്നതിന് മുന്നേ ഇവന്റെ ഗിഫ്റ്റ് ഒന്ന് പൊളിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം പണി പാളിപ്പോയി. ആദ്യം തന്നെ ഗിഫ്റ്റ് തുറന്നത് വലിയ അടിയായി പോയി. പിന്നെ അവന് കാർന്ന് എണീക്കാനേ മൂടുണ്ടായിട്ടില്ല, ഫുള്ള് കരച്ചിലായിരുന്നു. അതിൽ കയറിയേ മതിയാവും. പക്ഷെ ഒരുപാട് ചേര് പൊളിച്ചെങ്കിലും നമ്മളെ ഫോട്ടോസ് എല്ലാം അടിപൊളിയായി വന്നിട്ടുണ്ട്. അർഷു സ്നാപ്സ് ആണ് ഫോട്ടോസ് എല്ലാം എടുത്തത്. പിന്നെ അവൻ കാർന്ന് അവനെ എണീപ്പിച്ച് കേക്ക് കട്ട് ചെയ്യാൻ അവൻ നിന്നിട്ടേ ഇല്ല, ഫുള്ള് കരച്ചിലായിരുന്നു. അതോടുകൂടി നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഫുൾ ടീമിന് താങ്ക്സ്. ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. ബൈ ബൈ.